അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് മീഡിയേറ്റർ ഇബാദത്താ, വർഷിപ്പ്, അള്ളാഹുവിനെ ആരാധിക്കുക, റുകൂഉം സുജൂദും ചെയ്യുക. ദിവസം 5 നേരം സർവേശ്വരന്റെ മുമ്പിൽ സാഷ്ടാംഗം അടക്കി വെച്ചുകൊണ്ട് പ്രണമിക്കുക. 5 നേരം നമസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാത്തു ഇമാദുദ്ദീൻ, നമസ്കാരം ദീനിന്റെ തൂണ. ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ, ആരെങ്കിലും അതിനെ നിലനിർത്തിയാൽ അവൻ ദീനുൽ ഇസ്ലാമിനെ നിലനിർത്തി. ഫമൻ ഹദമഹാ ഫഖദ് ഹദമദ്ദീൻ, ആര് നമസ്കാരം ഉപേക്ഷിച്ചോ അവൻ അല്ലാഹുവിന്റെ ദീനിനെ തകർത്തു കളഞ്ഞു. യുവാക്കളെ, പൊന്നുമക്കളെ, എത്രയോ നമസ്കാരം നമ്മൾ കളഞ്ഞില്ലേ? ഉമ്മ പെങ്ങന്മാരെ, കല്യാണത്തിന്റെ പേരിൽ, വിരുന്നുകാര് വന്നതിന്റെ പേരിൽ, മരിച്ച വീട്ടിൽ എത്രയോ വഖത്ത് നമസ്കാരം നമ്മൾ മാറ്റിവെക്കുന്നില്ലേ? എന്താ സഹോദരി നീ ചിന്തിക്കാത്തത്? അല്ലാഹുവിലേക്ക് എത്തണ്ടേ? നോക്കൂ, ഒരു ചെറിയ ചരിത്രം സഹോദരിമാർക്ക് വേണ്ടി പറഞ്ഞു തരാം. മഹാനായ കലീമുല്ലാഹി മൂസ തന്റെ പത്നി സമേതം അഹ്ലിനോടൊത്ത് മദിയനിൽ നിന്നും 8-10 വർഷം മഹാനായ ശുഐബ് നബിക്ക് വേണ്ടി ആടുകളെ മേയിച്ചു കൊടുത്തിട്ട് ശുഐബ് നബിയുടെ പുത്രിയെ വിവാഹം കഴിച്ചുകൊണ്ട് അതാ ശുഐബ് നബി കൊടുത്ത ആടുകളെയും കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് വരുന്ന വഴി വെള്ളിയാഴ്ച രാത്രി മരം കോച്ചുന്ന തണുപ്പത്ത് മൂസാ നബിയും കുടുംബവും വരുമ്പോൾ വിളക്ക് കെട്ടുപോയി. സൂറത്തു താഹ അല്ലാഹു പറയുന്നു, വഹൽ അതാക ഹദീസു മൂസ, നബിയേ മൂസായുടെ വൃത്താന്തം താങ്കൾക്ക് വന്നെത്തിയില്ലേ? മൂസാ നബിയുടെ ചരിത്രം കണ്ടോ? അല്ലാഹു പറയുന്ന ശൈലി അങ്ങനെയാ. വഹൽ അതാക ഹദീസു മൂസ ഇദ് റആ നാറൻ ഫഖാല ലി അഹ്ലിഹിം കുസൂ, മൂസ തീ കാണുന്നു ദൂരത്ത്. അവിടത്തെ അഹ്ല് കുടുംബത്തോട് പറയുന്നു, കുസൂ, നിങ്ങൾ ഇവിടെ നിൽക്കണം. ഇന്നി, ഞാൻ തീ കാണുന്നു. إذ قال لأهلهم كثوا إني آنست نارا, അങ്ങകലെ ഞാൻ നാറ് തീ കാണുന്നുണ്ട്. ലഅല്ലി ആതികും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലൻ നാരി ഹുദാ, ഞാൻ അവിടെ ചെന്നിട്ട് ആ തീയിൽ നിന്നും ഒരു ശിഖ, ഒരു ദീപശിഖ എടുത്തുകൊണ്ട് വരട്ടെ, അല്ലെങ്കിൽ അവിടെ ഗൈഡുണ്ടോ, അവിടെ മാർഗദർശകനുണ്ടോ എന്ന് നോക്കട്ടെ. കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ. അഹില് എന്നാ അള്ളാഹു പറഞ്ഞത്. ഭാര്യയും മക്കളും ഒക്കെ കാണും. അഹില് കുടുംബം. ആ കുടുംബത്തോട് പറഞ്ഞു, ഇവിടെ നിൽക്ക്, ഞാനിതാ വെളിച്ചം തീ കാണുന്നുണ്ട്, അവിടെ നിന്ന് ഒരു കൊളുത്ത് ഞാനൊരു ദീപശിഖ കൊണ്ടുവരാം, അല്ലെങ്കിൽ അവിടെ മനുഷ്യരാരെങ്കിലും ഉണ്ടോ, വഴിയൊക്കെ നമുക്ക് ചോദിക്കാം. പോകേണ്ടത് ഈജിപ്തിലേക്കാ. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ആ സ്ഥലം കണ്ടു. തുർസീന, മഹാനായ മൂസാ നബി അള്ളാഹുമായി സംസാരിച്ച, അള്ളാഹുവിന്റെ നൂറു തജല്ലി കണ്ട ആ സ്ഥലം. ഒരു 90,000 രൂപ മുടക്കിയ നിങ്ങൾക്കും പോകാം. 5 രാജ്യങ്ങൾ, ജോർദാൻ, അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹ, മൂത്തത്ത് യുദ്ധത്തിൽ ഷഹീദായ 3 സഹാബാക്കളുടെ മക്ബറകൾ. അത് കണ്ട് കരഞ്ഞുപോയി ഞങ്ങൾ. മനസ്സിലായില്ലേ? ജെറൂസലം, ഫലസ്തീൻ, ബൈത്തുൽ മുഖദ്ദസ്, ഫിർഔൻ റളിയല്ലാഹു ലഅനത്തുല്ലാഹി അലൈഹി. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ ഈജിപ്ത് അടക്കി ഭരിച്ച ഒരുപാട് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്ന നരഭോജിയായിരുന്നു ഫിർഔൻ. ആ ഫിർഔന്റെ ഡെഡ് ബോഡി അഴുകാതെ, എംബാം ചെയ്യാതെ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ സർക്കാർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇമാമുന ഷാഫിയെ കണ്ടു, ഹസൻ ബസരിയെ കണ്ടു, ദാനിയൽ അലൈഹിസ്സലാം, ലുക്മാനുൽ ഹക്കീം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസാ നബി, ഇസ്ഹാഖ്, സാറ, മറിയം റളിയല്ലാഹു അൻഹും അജ്മഈൻ അലൈഹിമുസ്സലാത്തു വസ്സലാം. എല്ലാവരെയും മഖബറകൾ സിയാറത്ത് ചെയ്തു. വല്ലാത്തൊരു യാത്രയായിരുന്നു. അശോക് ഉസ്താദെ പോണം കേട്ടോ. പോണം. ഇനി പോവാൻ പറ്റുമോ? അപ്പോ കുടുംബം അവിടെ നിന്നു. മൂസാ നബി മെല്ലെ അങ്ങോട്ട് പോവുക, തീ കണ്ട സ്ഥലത്ത്. ചിന്തിക്കണേ, ശ്രദ്ധിക്കണേ. നിങ്ങൾ കേട്ടതാണെങ്കിൽ ഒന്നും കൂടെ കേക്ക്, ഷമ്മാസ് പറയുന്നതും കൂടെ കേക്ക്.
അല്ലാഹു തആല പറയുകയാ, ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലൻ നാരി ഹുദാ ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ ഇന്നി അന റബ്ബുക് ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ഫലമ്മാ അതാഹ, ആ തീയുടെ അടുത്ത് മൂസ എത്തിയപ്പോൾ അലൈഹിസ്സലാം നൂദിയ, വിളിക്കപ്പെട്ടു, അയ്യാ മൂസ. ഫലമ്മാ അതാഹ നൂദിയ യാ മൂസ, ഓ മൂസ, ഓ മൂസ, ഒരു വിളി അലൈഹിസ്സലാം. തീയുടെ അടുത്തെത്തിയപ്പോ ഒരു വിളി, ഓ മൂസ, യാ മൂസ അലൈഹിസ്സലാം. ഇന്നി അന റബ്ബുക്, ഞാൻ നിന്റെ നാഥനാണ്, റബ്ബാണ്. ഫഖ്ലഅൻ അലൈക്, നിന്റെ 2 ചെരുപ്പും നീ ഊരി വെക്കണം. ചെരുപ്പൂരി വെച്ചിട്ട് കയറി വരണം. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, നീ നിൽക്കുന്നത് തുവാ എന്ന പരിശുദ്ധമായ താഴ്വരയിലാ. ചെരുപ്പൂരി വെക്ക്. കണ്ടോ, പരിശുദ്ധമായ സ്ഥലങ്ങളിലൊക്കെ ചെരുപ്പിട്ട് കയറരുത്, മനസ്സിലായോ? തുവാ, താഴ്വരയിൽ ചെരുപ്പ് ഊരി വെക്കാൻ പറഞ്ഞു. ഫഖ്ലഅൻ അലൈക്, നിന്റെ 2 ചെരുപ്പ് ഊരി വെക്കാനാ പറഞ്ഞത്. നീ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? ഇന്നക ബിൽ വാദ്, അതൊരു സൈലന്റ് വാലിയാ. മുഖദ്ദസി തുവാ, തുവാ എന്ന് പറയുന്ന താഴ്വരയിലാ, പരിശുദ്ധമായ താഴ്വരയാ. കണ്ടോ, സംസാരിക്കുന്നത് കണ്ടോ, ആരോട്? അല്ലാഹു മൂസാ നബിയോട്, അല്ലേ? ഇനി എന്താ അല്ലാഹു പറഞ്ഞത്? ഇന്നി അന റബ്ബുക് ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ വഅന അഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി, ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുന്നു. താങ്കൾക്ക് ബോധനം നൽകപ്പെടുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, വഹ്യ് ശ്രദ്ധിച്ച് കേൾക്കണം. ഫസ്തമിഅ ലിമാ യൂഹാ ഇന്നനി അനല്ലാഹ്, തീർച്ചയായിട്ടും ഞാൻ അല്ലാഹു ആകുന്നു. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധ്യനില്ല, ഞാനല്ലാതെ ആരാധ്യനില്ല, ഞാൻ അല്ലാഹു ആകുന്നു. മൂസാ ഫഅ്ബുദ്നി, നീ എന്നെ ആരാധിക്കണം. ഓഹ്, വല്ലാത്ത രംഗം അല്ലേ? നോക്കൂ, മഹാനായ മൂസയെ അല്ലാഹു പ്രവാചകനായിട്ട് തെരഞ്ഞെടുക്കുകയാ. അൽഹംദുലില്ലാ, താഹ സൂറത്തിന്റെ തുടക്കത്തിൽ ഈ ആയത്തുകളുണ്ട്, ഓതി നോക്കൂ, മുസാഹപ്പെടുത്ത് ഓതി നോക്കൂ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുമായി സംസാരിച്ചു. മൂസാ നബിക്ക് ഒരാഗ്രഹം, സംസാരമല്ലേ കേൾക്കുന്നുള്ളൂ, കാണാനൊരാഗ്രഹം. നിന്നെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു എന്ത് പറഞ്ഞു? ഇന്നകലൻ തറാനി, താങ്കൾക്ക് എന്നെ കാണാൻ കഴിയില്ല. മൂസാ നബി അലൈഹി സ്വലാം ഖിന്നനായി എന്ന് അല്ലാഹുവിന് മനസ്സിലായി, സമാധാനിപ്പിച്ചു. വലാകിനിൻളുർ ഇലൽ ജബൽ, ആ മലയിലേക്ക് നോക്കിക്കോ. അല്ലാഹു പറഞ്ഞ സ്ഥലത്തേക്ക് മൂസാ നബി നോക്കി. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ, അല്ലാഹുവിന്റെ നൂറു തജല്ലി, ആ പ്രകാശം പർവ്വതത്തിലേക്ക് വെളിവായപ്പോൾ ഖർറ മൂസാ സഇഖാ, മൂസാ നബി ബോധരഹിതനായി വീണു. അള്ളാഹുവിന്റെ നൂറു തജലി എന്ന് പറഞ്ഞാൽ ചാക്ക് കണക്കിനൊന്നും അങ്ങോട്ട് വന്നില്ല, ഒരു ചെറിയ വിരളിന്റെ നഖത്തിന്റെ അത്രയും ലേശം അള്ളാഹു അങ്ങോട്ടൊന്ന് വിട്ടു, ആ വെളിച്ചം അള്ളാഹുവിന്റെ നൂറില്ലേ. അപ്പൊ മഹാനായ മൂസാ നബി അത് കണ്ട് താങ്ങാൻ കഴിയാതെ നിലത്ത് വീണു എന്നാ. സർവേശ്വരന്റെ അള്ളാഹുവിന്റെ പ്രകാശം എന്താ അല്ലേ, അല്ലേ? ബോധാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റപ്പോ ഉടനെ മൂസാ നബി പറഞ്ഞതാ, സുബ്ഹാനക തുബ്തു ഇലൈക്, അല്ലാഹുവേ ആവശ്യമില്ലാത്ത ചോദ്യമൊക്കെ ഞാൻ ചോദിച്ചു, നിന്നോട് ഞാൻ പശ്ചാത്തപിക്കുന്നു, നിന്നോട് ഞാൻ പശ്ചാത്തപിക്കുന്നു. അപ്പൊ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണാൻ പറ്റുമോ? കാണാത്തത് കൊണ്ട് അവനില്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ? ഈയിടെ ഒരു പെണ്ണുങ്ങളെ ഈയിടെ ഒരു നബി സാദാത്ത പറയാ, അള്ളാഹിനെ കാണാത്തത് കൊണ്ട് എനിക്ക് വിശ്വാസമില്ല എന്ന്. എങ്ങനെയുണ്ട്? അള്ളാഹിനെ കാണാത്തത് കൊണ്ട് അവൻ ഇല്ലെന്ന് പറയുക ആണോ? ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ചൂടിനെ കണ്ടിട്ടുണ്ടോ? ചൂട് കണ്ടിട്ടുണ്ടോ? തണുപ്പിനെ കണ്ടിട്ടുണ്ടോ? കരണ്ടിനെ കണ്ടിട്ടുണ്ടോ?
ഇല്ല. അമേരിക്കനെയും കണ്ടിട്ടില്ല. കാണാത്തതുകൊണ്ട് അമേരിക്ക എന്ന് പറയാൻ പറ്റുമോ? എന്താ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ കാണും നാളെ സ്വർഗത്തിൽ വെച്ച്, അല്ലേ? ആ ഹദീസ് പറയട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, സ്വർഗനിവാസികൾ ബൈന അഹ്ലുൽ ജന്നതി ഫീ നഈമിഹിം, സ്വർഗനിവാസികൾ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ സ്വർഗത്തിലേക്കൊരു വെളിച്ചം വരുന്നു. ബൈന അഹ്ലുൽ ജന്നതി ഫീ നഈമിഹിം, ആ സമയത്ത് സ്വർഗത്തിലേക്കൊരു ഇത് സതഅലഹും നൂർ, മുകളിലൂടെ ഒരു പ്രഭ, ഒരു പ്രകാശം പരക്കുന്നു. റഫഉ റൂസഹും, സ്വർഗത്തിലുള്ളവരെല്ലാം തല ഉയർത്തി നോക്കുമ്പോൾ ആ വെളിച്ചത്തിന്റെ കാരണം ഫഇദർ റബ്ബു യത്ലിഉ അലൈഹിം, അല്ലാഹു സ്വർഗത്തിലേക്ക് വന്നതാണ്. ആ വെളിച്ചം പരക്കാൻ കാരണം അല്ലാഹു വരികയാണ്. സ്വർഗനിവാസികളെല്ലാം യൻളുറൂന ഇലൈഹി വയൻളുറു ഇലൈഹിം, അവരെല്ലാം അല്ലാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കും, അല്ലാഹു അവരെയും നോക്കിക്കൊണ്ടിരിക്കും. വലാ യൽതഫിതൂന ഇലാ ശൈഇൻ മിനൻ നഈം മാ ദാമു യൻളുറൂന ഇലൈഹി, അല്ലാഹുവിലേക്ക് നോക്കുന്ന സമയം മറ്റനുഗ്രഹങ്ങളിലേക്ക് അവർ തിരിഞ്ഞു പോലും നോക്കുകയില്ല. അത്ര സുന്ദരനാണ് അല്ലാഹു, അത്രയും പ്രകാശമാണ്. അല്ലാഹു വരുമ്പോൾ പറയും, അസ്സലാമു അലൈക്കും അഹ്ലൽ ജന്ന, സ്വർഗനിവാസികളെ നിങ്ങൾക്ക് എൻ്റെ സലാമുണ്ട്. യാസീനിൽ അല്ലാഹു ഇത് പറയുന്നുണ്ട്, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശൂലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്നാ സുഹാബൽ ജന്നത്തിൽ യൗം, ഇന്ന് സ്വർഗനിവാസികൾ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, അവർ ജോലിയിൽ തിരക്കിലായിരിക്കും. സ്വർഗീയ വസ്തുക്കൾ ആസ്വദിക്കുന്നതിൽ അവർ ജോലിയിലായിരിക്കും. സ്വർഗത്തിലെ കന്യകകൾ, സ്വർഗത്തിലെ മാദകത്തിടമ്പുകൾ, കൊഴുകൊഴുത്ത വെളുത്ത സ്ത്രീകൾ, സ്വർഗത്തിലെ മാദകത്തിടമ്പുകൾ, അപ്സരസ്സുകൾ. ഫീ ശൂലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, അവരും അവരുടെ ഇണകളും ചാരുമഞ്ചങ്ങളിൽ, റോപ്പുവേകളിൽ ചാരിയിരുന്നു കൊണ്ട് പടച്ചവന്റെ അനുഗ്രഹങ്ങൾ അവർ ആസ്വദിക്കും. ഫീഹാ ഫാകിഹത്തുൻ, അവർക്ക് ആ സ്വർഗത്തിൽ എല്ലാ ഫ്രൂട്ട്സുകളുമുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്. വലഹും മാ യദ്ദഊൻ, അവരെന്ത് ചോദിച്ചാലും സ്വർഗത്തിൽ അവർക്ക് കിട്ടും. സലാമുൻ ഖൗലൻ, വാക്കാൽ സലാമും കിട്ടും. മിർ റബ്ബിർ റഹീം, കരുണാമയനായ കരുണാനിധിയായ റബ്ബ് വാക്കാൽ സലാമും പറഞ്ഞുകൊണ്ടുവരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സ്വർഗത്തിന് വേണ്ടി എന്തിനാ നമ്മൾ ഈ ദുനിയാവ് അടിച്ചു പൊളിക്കുന്നത്, അല്ലേ? എന്താ സ്വർഗത്തിലെ പെണ്ണുങ്ങള്? സുബ്ഹാനല്ലാഹ്, ഇവിടത്തെ പെണ്ണാണോ പെണ്ണ്? ആണോ? നിങ്ങൾ പറയുന്നുണ്ടോ മഞ്ജു വാര്യറുണ്ട്, പിന്നാരാ ഉള്ള രംഗകുടം, പിന്നാരാ ഉള്ള അല്ലാഹു പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ, അല്ലേ? ഹബീബ, ഇവിടത്തെ പെണ്ണ് പെണ്ണാണോ? സ്വർഗത്തിലെല്ലാം കിട്ടും, മനസ്സിലായില്ലേ? നല്ല മദ്യം, നല്ല മദ്യം അല്ലാഹു സ്വർഗത്തിൽ ചെന്ന് കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. പലരും സംശയത്തിൽ ആമീൻ പറഞ്ഞത്, ഇത് ശരിയായ മുസ്ലിയാർ തന്നെയാണോ? സ്വർഗത്തിൽ നല്ല ഒന്നാം തരം മദ്യമുണ്ട് എന്ന് ഖുർആൻ. അവിടെ ചെന്നിട്ട് കുടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടുന്ന് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇജ്തനിബുൽ ഖംർ, നിങ്ങൾ മദ്യം ഉപേക്ഷിക്കണം. ഫഇന്നഹു മിഫ്താഹു കുല്ലി ശർ, എല്ലാ തിന്മയുടെയും താക്കോലാണ് ദുനിയാവിലെ മദ്യം. ഉണ്ടോ? ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, വിഭജിക്കാൻ പറഞ്ഞാൽ വിഭജിക്കും, എന്ത് പണി ശിർക്ക് വെക്കാൻ പറഞ്ഞാൽ അതും ചെയ്യും. കള്ളുകൂടിയാനോടെ അല്ലാഹു കാക്കട്ടെ. എല്ലാ തിന്മയുടെയും താക്കോലാണ് മദ്യം. നാളെ സ്വർഗത്തിൽ അല്ലാഹു അത് വെച്ചിട്ടുണ്ട്.
ഫ്രൂട്ട്സുകളുണ്ട്, കായ്കനികളുണ്ട്. സുബ്ഹാനല്ലാഹ് വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. അവരാഗ്രഹിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിയുടെ മാംസവും തിന്നാൻ സ്വർഗത്തിലുണ്ട്. പക്ഷിയുടെ മാംസം അത്യബുൽ ലഹ്മി ലഹ്മുത് ത്വയ്ർ ഖാല റസൂലുള്ളാഹി. മാംസത്തിൽ ഏറ്റവും രുചിയുള്ള മാംസം പക്ഷിയുടെ മാംസമാ. പക്ഷിയുടെ മാംസമാ. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദിനോട് പറയുകയാ, നീ സ്വർഗത്തിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷിയെ കാണും. ഫതസ്തഹി, നിന്റെ മനസ്സ് കൊതിക്കും. ഫയഖിറു ബൈന യദൈക മശ്വിയാ, നിന്റെ മുമ്പിൽ അത് പൊരിച്ച് റോസ്റ്റായിട്ട് വന്ന് വീഴും. കണ്ടോ, മശ്വിയ, ഷവായ, ഗൾഫിൽ ഷവായ, അതൊക്കെ ഈ മശ്വിയ എന്ന് വന്നതാ. അൽഹംദുലില്ലാഹ്. ഈ വിനീതൻ ആദ്യം ഹജ്ജിന് പോയപ്പോ മിസ്ഫല ഭാഗത്താ താമസിച്ചത്. 5 നേരവും ബാങ്ക് കൊടുക്കുമ്പോ ഹറമിലേക്ക് വരുന്ന വരവ് വല്ലാത്തൊരു രസമാണ്. അപ്പോ ഇരു സൈഡിലും ഹോട്ടലുകൾ കാണാം, റെസ്റ്റോറന്റുകൾ. നമ്മുടെ ചിക്കൻ അവിടെ ഇരുന്ന് തിരിയുന്നത് കാണാം. അപ്പോ എന്റെ കൂട്ടത്തിൽ കോട്ടയത്തുനിന്നും ഹജ്ജിന് വന്ന ഇക്ബാല് പറയുകയാ, ഇതെന്താ തവാഫ് ചെയ്യുന്ന കോഴിയാണോ? ഈ കോഴിയത്തെ തവാഫ് ചെയ്യുന്നു. അപ്പൊ തൊട്ടപ്പുറത്ത് നിന്ന് ഹബീബണ്ണം പറഞ്ഞെന്താ അറിയോ, ഇത് നരകത്തിലെ കോഴിയാണടാ. ഇത് കാരണം തീക്കാത്തിരുന്ന് ഇവനിങ്ങനെ തിരിയുകയാ. സുഹൃത്തുക്കളെ, അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം ഇൻഷാ അല്ലാഹ് ഒരു കോഴീനെ തിന്നണം. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോ ഞങ്ങൾ ആ കടയിൽ കയറി ഒരു കോഴിക്ക് പറഞ്ഞപ്പോണ്ട് ഇഷ്ടം പോലെ കുബൂസ് കൊണ്ടുവന്ന് ചാടിച്ചു. കുബൂസ് ഫ്രീയാ. അപ്പൊ ഒരാൾ പറഞ്ഞു, ഒരു ചിക്കനൊന്നും നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല, ഒരു ഹാഫ് ആക്കാൻ പറഞ്ഞു. അള്ളാഹു പടച്ചോ, നരകത്തിലെ കോഴി തിന്നാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഹബീബ് പറഞ്ഞ ഹബീബ്, അതൊരു നരകം, അതിനകത്തിരുന്ന് തിരികെ. ഇത് ഒരു മസാല, ഒരു ഉപ്പ് ഒന്നുമില്ല. ഇതിന്റെ നെയ്യ് തന്നെ ഉരുകി അതിനകത്ത് വീണ് വീണ്ടും തിരികെയായി സാധനം. കൊച്ചുമക്കളെ കുളിപ്പിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയായി സാധനം ഇരിക്കുന്നത്. അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും ടേസ്റ്റുള്ള മാംസം പക്ഷിയുടെ മാംസമാ. സ്വർഗത്തിൽ നീ നിൽക്കുമ്പോൾ ഒരു പക്ഷി പറന്നു പോകുന്നത് കാണും. ദുനിയാവിലെ പക്ഷിയുടെ വലിപ്പമല്ല, ഒട്ടകപ്പക്ഷി, ഒട്ടകത്തിന്റെ വലിപ്പമുള്ള വലിയ പക്ഷികൾ, ഒട്ടകത്തിന്റെ വലിപ്പമുള്ള വലിയ പക്ഷികൾ സ്വർഗത്തിലെ വൻമരങ്ങളിൽ നിന്ന് ചാടി അത് പച്ചിലകൾ തിന്നുന്നു. ആ വലിയ പക്ഷിയുടെ മാംസവും സ്വർഗത്തിലുണ്ട്. അല്ലാഹു കഴിക്കാൻ തൗഫീക്ക് നൽകട്ടെ, തൗഫീക്ക് നൽകട്ടെ. നോക്കൂ, അങ്ങനെ സ്വർഗനിവാസികൾ അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കും, അള്ളാഹു അവരെയും നോക്കിക്കൊണ്ടിരിക്കും. കുറച്ചു കഴിയുമ്പോൾ അള്ളാഹു പോകുമ്പോൾ അള്ളാഹുവിന്റെ പ്രകാശം അവരുടെ മുഖത്തും സ്വർഗത്തിന്റെ ഇടനാഴികകളിലും അലയടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ലൈറ്റ് ഓഫ് ചെയ്താൽ ഇവിടെ അന്ധകാരമയമായിരിക്കും. അള്ളാഹു വന്നു പോയി കഴിഞ്ഞാലും ആ പ്രകാശം സ്വർഗത്തിലും ഇവരുടെ മുഖത്തും ബാക്കിയാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ മനസ്സിലാക്കണേ. ആയത്തുൽ കുർസി തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, അതൊന്ന് പൂർത്തീകരിക്കട്ടെ. പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരെ, യുവാക്കളെ, നിങ്ങളൊന്ന് ചിന്തിക്കണേ. ലാ തഖുദുഹു സിനതുൻ വലാ നൗം. അല്ലാഹുവിനെ ഉറക്കവും നിദ്രയും മയക്കവും ബാധിക്കുന്നില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള മുഴുവനും അല്ലാഹുവിനുള്ളതാ. അല്ലാഹുവാണ് അതിന്റെ മാലിക്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആയത്തെ കുറിച്ച് ചുമ്മാ ഓതിപ്പോയാ പോരാ, അതിന്റെ മീനിങ് മനസ്സിലാക്കണേ യുവാക്കളെ, യുവതികളെ. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സ്വത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. ആരുണ്ട് അവന്റെ മുമ്പിൽ റെക്കമെൻഡ് ചെയ്യാൻ അവന്റെ അനുമതിയോടുകൂടിയല്ലാതെ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യാൻ ആരുണ്ട്? മൻ ദല്ലദീ. അല്ലാഹു ചോദിക്കുകയാ. നോക്കൂ, ജനങ്ങളെല്ലാം ആദം നബിയുടെ മുമ്പിൽ വരും, ആദം നബി കൈയൊഴിയും. നൂഹ് നബിയുടെ മുമ്പിൽ വരും, നൂഹ് നബി കൈയൊഴിയും. ഇബ്രാഹിം നബി കൈയൊഴിയും, മൂസാ നബി കൈയൊഴിയും.
ഈസബനു മറിയമും കൈയൊഴിയും. ജനങ്ങളെല്ലാം വരും. ആമിന ബീവിയുടെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. അള്ളാഹു ഒന്ന് വന്ന് വിചാരണ ചെയ്ത് രണ്ടാലൊന്ന്, സ്വർഗത്തിലേക്കെങ്കിൽ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്ക്. നോക്കൂ, വിയർപ്പിൽ മുങ്ങി താണു നിൽക്കുന്ന സമയം, സൂര്യൻ ഒരു ചാൺ മുകളിൽ കൊണ്ടുവന്ന് നിർത്തുന്ന സമയം, എല്ലാവരും വിചാരണ കാത്തു നിൽക്കുന്ന സമയം, മുത്തുനബിയോട് പറയുമ്പോ പ്രവാചകൻ കൈയൊഴിയില്ല. നബി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, അനലഹാ അനലഹാ, ഞാനതിന് അർഹനാണ് അർഹനാണ്. അള്ളാഹുവിന്റെ റസൂല് ശഫാഅത്ത് ചെയ്യും. ഈ ശഫാഅത്താണ് ശഫാഅത്തുൽ ഉളുമാ. ഈ ശഫാഅത്തിനെ പറ്റിയാണ് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. നിശയുടെ നിശബ്ദതയിൽ വമിനൽ ലൈലി ഫതഹജ്ജദ് ബി, ഉറക്കം ഇളച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്ക് നബിയെ. നാഫിലതൻ ലക, താങ്കൾക്കിത് 6ാമത്തെ വാജിബാണ്. 5 വഖത്ത് മാത്രമല്ല, തഹജ്ജുദ് താങ്കൾക്ക് വാജിബാണ്. നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക, നിന്റെ നാഥൻ നിന്നെ യാത്രയാക്കിയേക്കാം, ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നേക്കാം. മഖാമൻ മഹ്മൂദാ, സ്തുത്യർഹമായ ഈ സ്ഥാനത്തേക്ക് എല്ലാ അമ്പിയാക്കളും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനം നമ്മുടെ ഹബീബായ മുത്തിന് അള്ളാഹു കൊടുക്കുമെന്ന് ഖുർആൻ. റസൂലുള്ളാഹിയുടെ ആദ്യത്തെ ഷഫാഅത്താണ് ഈ ഷഫാഅത്ത്. ഈ ഷഫാഅത്തോടു കൂടി വിചാരണ തുടങ്ങാൻ പോവുകയാ. അള്ളാഹു വരികയാ, അള്ളാഹു വരികയാ. വജാഅ റബ്ബുക, നിന്റെ റബ്ബ് വരികയാ. വൽ മലക്കു സഫൻ സഫാ, മലക്കുകളെല്ലാം അണിയണിയായി നിൽക്കുകയാ. വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ, മഹ്ശറ മണ്ണ് പ്രകാശിക്കുകയാ. റബ്ബ് വരുമ്പോ, അല്ലാഹു വരുമ്പോ മഹ്ശറ പ്രകാശിക്കുമെന്ന് ഖുർആൻ. അല്ലാഹു വരുന്ന എങ്ങനെയാണെന്നറിയോ? വയഹ്മിലു അർശ റബ്ബിക ഫൗകഹും, നിന്റെ റബ്ബിന്റെ അർശ് ചുമക്കും. ഫൗകഹും യൗമഇദിൻ സമാനിയ, 8 മലക്കുകൾ അവരുടെ മീതെ. ഹഖ സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, 8 മലക്കുകൾ അർശിനെ ചുമന്നുകൊണ്ടാണ് വരിക. സുബ്ഹാനല്ലാഹ്, അർശ് കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലം നുസാത്തുൻ നാദിരിൽ ഞാൻ ഈയിടെ കണ്ടു. ആ സ്ഥലം ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗമാണ്. അവിടെയാ ഖുബ്ബത്തു സഖറ, അവിടെയാണ് മൗലാന ആസാദ്, എല്ലാം മൗലാന മുഹമ്മദ് അലി എല്ലാവരും കിടക്കുന്ന ആ സ്ഥലം ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥലം. അവിടത്തേക്കാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് മുത്തുനബി അള്ളാഹു കൊണ്ടുവന്നത് മിഅ്റാജിന്റെ അന്ന്. അവിടെ നിന്നാണ് 1-ാം ആകാശം, 7 ആകാശങ്ങൾ നബി കയറിയത് മിഅ്റാജ്. ഞാൻ അവിടെ മലർന്ന് കിടന്ന ആകാശം നോക്കിയപ്പോ ആകാശം നമ്മുടെ നെഞ്ചത്ത് മുട്ടുന്നത് പോലെ തോന്നി. അത്ര അടുത്ത സ്ഥലമാണ് അവിടെ ആകാശവും ഭൂമിയും. ഇൻഷാ അല്ലാഹ് ഒന്ന് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 40 ഏക്കർ ഭൂമിയിൽ മുഴുവൻ ഒലിവു മരങ്ങളാൽ ചുറ്റപ്പെട്ട് 1-ാമത്തെ ഖിബില മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ് അവിടെ തല ഉയർത്തി നിൽക്കുന്നു. പക്ഷേ ഇന്ന് ആ പള്ളിയിലേക്ക് കടക്കണമെങ്കിൽ കറുത്ത യൂണിഫോം അണിഞ്ഞ AK-47 പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇസ്രയേലിന്റെ പട്ടാളത്തിന്റെ അനുമതി വേണം. കണ്ടോ കണ്ടോ, 48-ലാണ് ഇസ്രയേൽ ഉണ്ടായത്. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും കൂടിയാ ഉണ്ടാക്കി കൊടുത്തത്. ഈ ഇസ്രയേൽ ഉണ്ടായത് എങ്ങനെയാ? ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണ്, ആ ഫലസ്തീനികളായ അറബികളെ ഇറക്കിവിട്ടു വൻരാഷ്ട്രങ്ങൾ. എന്നിട്ട് ജൂതന്മാരെ, ഭൂമിയിലുള്ള എല്ലാ ജൂതന്മാരെയും കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തി. നോക്കൂ, ആ ഇഷ്യൂ ഇന്നും പുകയുകയാ. ഫലസ്തീൻ ഇഷ്യൂ മുസ്ലിമീങ്ങളായ അറബികളുടെ സ്ഥലമാണ്. ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും കൂടി കവർന്ന് രാഷ്ട്രമാക്കി കൊടുത്തത് 48കളിൽ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ബാക്കി ചരിത്രം നിങ്ങൾ പഠിച്ചോ, വായിച്ചോ. ഫലസ്തീനെ കുറിച്ചുള്ള ബുക്കുകളൊക്കെ മേടിച്ച് വായിച്ചോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെയാണ് നമ്മുടെ 1-ാമത്തെ ഖിബില മസ്ജിദുൽ അഖ്സ. അത് കാണണ്ടേ? മസ്ജിദുൽ അഖ്സയെ പറ്റി ഖുർആൻ പറഞ്ഞ എന്താ? അല്ലദീ ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റുഭാഗവും നാം ബർക്കത്താക്കി വെച്ചിരിക്കുന്നു. ആ ബർക്കത്തുള്ള മണ്ണിൽ ഒന്ന് ചവിട്ടണ്ടേ? വേണ്ടേ? ആശിഖ് മുസ്ലിയാരെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ആ പുണ്യസ്ഥലങ്ങൾ കാണാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ കാണാൻ ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് കഴിയുകയില്ല, നാളെ പരലോകത്തിൽ വെച്ച് അള്ളാഹു അതിന് തൗഫീഖ് നൽകും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, യുവാക്കളെ, അള്ളാഹുവിനെ ഓർത്ത് ഇബാദത്തിൽ മുന്നേറണം. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കണം. അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കാം. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. വലാ തക്ഫുറൂൻ, നന്ദികേട് കാണിക്കരുത്, നന്ദികേട് കാണിക്കരുത്. ഒരു സഹാബി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ശറാഇഅൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നിയമങ്ങൾ കദ്ക സൂറത്ത് അലയ്യ, ധാരാളമുണ്ടല്ലോ. ഇസ്ലാമിന്റെ നിയമങ്ങൾ ധാരാളമുണ്ടല്ലോ. ഫാഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബി, മുറുകെ പിടിക്കാൻ ഒരു കാര്യം പറഞ്ഞു തരുമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നിന്റെ നാവ് അള്ളാഹുവിന്റെ ദിക്റിൽ നനഞ്ഞിരിക്കട്ടെ. സദാ സമയവും നീ ദിക്ർ ചൊല്ലി നടന്നോ, ദാക്കിറായി മാറിക്കോ. ഇസ്ലാമിന് ഒരുപാട് നിയമങ്ങളുണ്ട്, മുറുകെ പിടിക്കാൻ ഒരു കാര്യം പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞെന്താ? ദിക്ർ കൊണ്ട് നിന്റെ നാവ് നനയട്ടെ. നോക്കൂ, ആർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. അഞ്ചാലം മൂടുന്ന കൊല്ലത്തേക്ക് പോകുമ്പോ, തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ 10 ദിക്ർ ചൊല്ലിയാൽ അല്ലേ? എന്റെ സഹോദരി, കാറിനകത്ത് പോകുമ്പോ ദിക്റും സ്വലാത്തും ചൊല്ല്. ഒരു ദിക്ർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, 2 ദിക്റുകൾ പരിചയപ്പെടുത്താം. എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഉമ്മപെങ്ങന്മാര് ചൊല്ലുമെന്ന്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ആരെങ്കിലും ഈ ദിക്ർ പറഞ്ഞാൽ ഉർസത് ലഹു നഖലത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിനക്ക് വേണ്ടി ഒരു ഈന്തപ്പന നടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന് പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഒന്നും കൂടെ പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഒരു ദിവസം 100 എണ്ണം പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പറയുവോ? പറയുവോ? ഈവത്ത് പറയാൻ ഇഷ്ടമാ, പാര വെക്കാൻ ഇഷ്ടമാ? ഇവിടെ പാരയുണ്ടോ? ഇല്ല, പാരയില്ലാത്ത സ്ഥലമാണ് ഇത്. സുബ്ഹാനല്ലാഹ്, ഒറ്റ പാര ഇവിടെ ഉള്ളു, തേങ്ങ പൊതിക്കുന്ന പാര അല്ലേ? യേശനെ പിടിപ്പിക്കാൻ ഇഷ്ടമാ, രാത്രി 12 മണി വരെ ആ കവലയിലിരുന്ന് സ്വറ പറയാനും വെടി പറയാനും ഇഷ്ടമാ. 10 ദിക്ർ ചൊല്ലുമ്പോൾ നിനക്ക് ഉറക്കവും തളർച്ചയും വരുന്നു. അയേ സബാൻ സാരെ മസേ ലതി ഹൈ തു, ഏ നാവേ, നിന്റെ നാവ് കൊണ്ട് എല്ലാ ആനന്ദവും നീ പറയുന്നു, രസം പിടിപ്പിക്കുന്നു. ദിക്ർ കീ ലസ്സത്ത് സേ ക്യൂ ഗാഫിൽ ഹൈ തു, ദിക്റാകുന്ന ആനന്ദത്തിൽ നിന്ന് നീ എന്താ അശ്രദ്ധനാകുന്നത്? എന്താ അശ്രദ്ധനാകുന്നത്? സദാ സമയവും അള്ളാഹുവിന്റെ ദിക്റിൽ കഴിയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദിക്ർ 2 രൂപത്തിലുണ്ട്, ഒന്ന് ലിസാനി, ഒന്ന് ഖൽബി. മനസ്സിലായില്ലേ? വദ്കുർ റബ്ബക ഫീ നഫ്സിക, നിന്റെ നഫ്സിൽ നിന്റെ റബ്ബിനെ ഓർക്കാൻ പറഞ്ഞു. നഫ്സിൽ റബ്ബിനെ ഓർക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ നഫ്സിൽ നീ റബ്ബിനെ ഓർക്കാന്ന് പറഞ്ഞാൽ എന്താ? അത് ഖൽബിയായ ദിക്റ, അത് ഖൽബിയായ ദിക്റ, ലിസാനിയായ ദിക്റ അല്ല അത്. അൽഹംദുലില്ലാഹ്, പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ കോളേജിൽ പോവുക, നീ എന്താ പഠിക്കുന്നത്? ബിടെക്. നീ ബിടെക്കോ എംടെക്കോ BCAയോ MCAയോ? നീയല്ലേ അള്ളാഹുവിനെ അറിയാൻ ഏറ്റവും മിടുക്കൻ അല്ലേ? നിനക്ക് നോളേജ് ഉണ്ട്, നീ എഡ്യൂക്കേറ്റഡാ, നീ പോസ്റ്റ് ഗ്രാജുവേറ്റാ, PG-കാരനാ. നീ കോളേജിൽ പോകുമ്പോ നിന്റെ ബൈക്കിൽ ഇരുന്നു കൊണ്ട് റബ്ബിനെ ഓർക്ക്, അല്ലാഹുവിനെ ഓർക്ക്. യാ ഹയ്യു യാ ഖയ്യൂം ചൊല്ലിപ്പോ, യാ ഹയ്യു യാ ഖയ്യൂം ചൊല്ലിപ്പോ. അല്ലാഹു പടച്ചവൻ ദിക്ർ മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ റസൂലുള്ളാഹി ശഫാഅത്തിൽ വീഴുമ്പോ അല്ലാഹു വരികയാ വിചാരണയ്ക്ക് വേണ്ടി. ഇതൊന്നാമത്തെ ശഫാഅത്താണ്. ഇനി മുത്ത് തങ്ങൾ 5 ശഫാഅത്ത് കൂടി ചെയ്യും. അതുകൂടി ഓടിച്ചു പറഞ്ഞ ആയത്തുൽ കുർസിയിലേക്ക് വരാം. ഏതാ? അള്ളാഹുവിന്റെ റസൂലിന്റെ 5 ശഫാഅത്ത്. 1, നരകത്തിൽ പോകാൻ അർഹരായ ആളുകൾ, ആ നരകത്തിൽ നിന്ന് അവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കൊണ്ട് അള്ളാഹു മോചിപ്പിക്കും. നബിയുടെ ശഫാഅത്ത് കൊണ്ട് അവർ നരകത്തിലേക്ക് പോവുകയില്ല, പോകാൻ അർഹരായിരുന്നു. ഒന്നാമത്തെ കൂട്ടർ.
രണ്ടാമത്തെ ഷഫാഅത്ത് സ്വർഗത്തിൽ പോയവർക്ക് തന്നെ അവരുടെ ദറജാത്തുകൾ ഏറ്റിക്കൊടുക്കാൻ മുത്തുനബി ഇടപെടും. അവരുടെ പദവികൾ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. കണ്ടോ? നരകത്തിൽ കിടന്ന് കരിഞ്ഞ് പഴംപൊരി പൊരിക്കുന്നത് പോലെ പൊരിഞ്ഞ ഉള്ളിന്റെ ഉള്ളിൽ ഈമാന്റെ ചെറിയ തുടിപ്പുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കലിമ ഒരു വട്ടം പറഞ്ഞവർ കാലാകാലം നരകത്തിൽ കടക്കുകയില്ല. അക്കൂട്ടര നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും മുത്തുനബി ശഫാഅത്ത് ചെയ്യുകയാ. ഷഫാഅതി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഷഫാഅത്ത് വൻദോഷങ്ങൾ ചെയ്തവർക്കുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ള ഷഫാഅത്ത് ചെയ്യുമല്ലോ, എന്നാ 2 പെഗ് അടിച്ചേക്കാ അല്ലേ? അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. എന്റെ നേതാവ് എന്നെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകും, അതുകൊണ്ട് എനിക്കൊന്ന് അടിച്ചു പൊളിച്ചേക്കാം എന്ന് ചിന്തിക്കാവോ? പാടില്ല. ണ്ടോ? മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അല്ലാഹു നിങ്ങളുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അറിയുന്നു. ഭാവി ഭൂതം അല്ലാഹു അറിയുന്നു. എല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. ഇവിടെ ഒരു ആയത്ത് വഇൻദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു. അല്ലാഹുവിന്റെ അടുക്കലാണ് നിഗൂഢതയുടെ താക്കോലുകൾ. അല്ലാഹു മാത്രമേ അത് അറിയുന്നുള്ളൂ. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, മരത്തിൽ നിന്ന് ഒരു ഇല നിലത്ത് വീണാലും അല്ലാഹു അറിയുന്നുണ്ട്. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാതിൽ അർള്, ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന ധാന്യമണി അല്ലാഹു അറിയുന്നുണ്ട്. വലാ റത്ബിൻ വലാ യാബിസിൻ, ഓരോ ഉണങ്ങി നിൽക്കുന്നതും പച്ചയായതും അല്ലാഹു അറിയുന്നുണ്ട്. കരയും കടലും അല്ലാഹു അറിയുന്നുണ്ട്. കടലിൽ ഒരു ജീവിയുണ്ട്. ഏതാ ജീവി? 40 ടൂറിസ്റ്റ് ബസിന്റെ വലിപ്പമുള്ള ഒരു ജീവി. പേര് പറ. നീലത്തിമിംഗലം. എത്ര ടണ്ണാ ഡെയിലി അടിച്ചു കയറ്റുന്നത്? ഈ ബ്ലൂ വെയിലിന് ഫുഡ് കൊടുക്കുന്നവനാണ് അല്ലാഹു അർ-റസ്സാഖ്. ഒരു ചാൺ വയറിന് വേണ്ടി നീ നെട്ടോട്ടമോടുകയല്ലേ? നിനക്ക് റബ്ബാണ് തരുന്നത് എന്ന് സംശയമില്ലേ? നീ സംശയിക്കണ്ട. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചാൽ നിന്റെ റിസ്ക് നിന്റെ ചുണ്ടിൽ വരുത്താൻ അവന് കഴിയും. عليك بتقوى الله إن كنت عاقلا يهيئ لك الأرزاق من حيث لا تدري. നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ചോ. അലൈക ബിതഖ്വല്ലാഹി ഇൻ കുൻത ആഖില, നീ ബുദ്ധിമാനാണെങ്കിൽ യുഹയ്യ ലക്കൽ അർസാഖു മിൻ ഹൈസു ലാ തദ്രി, നീ അറിയാത്ത ഭാഗത്തിലൂടെ അല്ലാഹു നിന്റെ ഫുഡ് അറേഞ്ച്മെന്റ് ചെയ്യും. കണ്ടോ? ഞാൻ ഇന്നലെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഓടി വരികയാ. പിന്നെ ഈ ട്രെയിനിലല്ലേ, ഏതാ ആലപ്പുഴ വഴി പോകുന്ന ട്രെയിൻ? പരശുറാം ആലപ്പുഴ വഴിയാണോ? ഞങ്ങളുടെ കോട്ടയം വഴിയല്ലേ? മാവേലിക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു. വെയിറ്റിംഗ് ലിസ്റ്റ് 24, അത് മുന്നോട്ട് പോയി 7ആയി, അത് മുന്നോട്ട് പോയി 4ആയി. ഞാൻ ആ ലിസ്റ്റുമായിട്ട് ഓടി വരികയാ. മാവേലി തമ്പുരാൻ അവിടെ കിടപ്പുണ്ട്. എനിക്ക് ചുമ്മാ ഒരു സംശയം. പേപ്പേഴ്സൊക്കെ നോക്കുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 4ആണ്, എനിക്ക് കിട്ടുമോ? പൊന്നു മൗലവി, നിങ്ങളുടെ ടിക്കറ്റ് ക്യാൻസലായി. നിങ്ങൾ പിന്നെ നേരിട്ട് ബുക്ക് ചെയ്തല്ലോ, ഇമെയിൽ അല്ലേ? ക്യാൻസലായി. നിങ്ങളുടെ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് തിരിച്ചു വരും. നിങ്ങൾക്ക് പോകാൻ പറ്റൂല. നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇനിയിപ്പോൾ ഓടി ചെന്നിട്ട് സാധാ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു, എന്നിട്ട് കയറി. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് മലബാറുണ്ട്, അതിലേക്ക് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് TT കണ്ടാൽ മതി, AC-യോ 3 ടയറോ സ്ലീപ്പറോ എല്ലാം ചോദിച്ചു നോക്കി സുഹൃത്തെ. അപ്പോൾ ഉണ്ട് ഒരാൾ ഓടി വരുന്നത്. ഒരു മംഗലാപുരം റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് ചെറിയ ചായക്കട നടത്തുന്ന ഒരു അബൂബക്കറും മറ്റൊരു സുഹൃത്തും ഓടി വരുന്നു. ചുമ്മാ സ്വസ്ഥതയില്ലാതെ, നിങ്ങളുടെ പ്രസംഗം യൂട്യൂബിൽ നിന്ന് കേൾക്കാറുണ്ട്, ഇപ്പോഴാണ് ആദ്യം കണ്ടത്. കെട്ടിപ്പിടിച്ചു. സാറേ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ എന്ത് ഹെൽപ്പിനും ചെയ്യാം. മോനെ എനിക്കൊരു സീറ്റ് ശരിയാക്കിത്താ. ആ പിള്ളേർ ഒട്ടോട്ടോട് എല്ലാ TT-നെയും കണ്ടു. മോനെ ഇല്ല മോനെ, ഇന്ന് തിരക്ക, അയ്യപ്പ ഭക്തർ കൂടുതൽ വരുന്ന ദിവസമാ, ഇന്നൊറ്റ സീറ്റും ഇല്ല.
അവിടെ നിന്ന് ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നറിയോ, 60 രൂപ ഓട്ടോയ്ക്ക് കൊടുത്തിട്ട് എന്നെ KSRTC എത്തിച്ചിട്ട് ഗരുഡ ബസ്സിൽ കയറ്റി വിടുകയാണ്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഒരു പരിചയവും ഇല്ല. കണ്ടില്ലേ ഈ സുഹൃത്ത് ബന്ധം, ഈ ബന്ധം അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതിന്റെ പേരിൽ കിട്ടിയതല്ലേ അല്ലേ? അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതിന്റെ പേരിൽ കിട്ടിയതാ. നോക്കൂ, അള്ളാഹുവിന്റെ സഹായം അവൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. യുഹയ്യ ലക്കൽ അർസാഖു മിൻ ഹൈസു ലാ തദ്രി വലൗ അന്ന ഹാദർ റിസ്ഖ യഅതി ബിഖുവതി ലമാ അകലൽ ഉസ്ഫൂർ ശൈഅൻ മഅൻ നസ്രി. കഴിവുകൊണ്ടാണ്, വിദ്യാഭ്യാസം കൊണ്ടാണ്, മിടുക്ക് കൊണ്ടാണ് ഈ ഫുഡ്, ഈ ഭക്ഷണം, ഈ സമ്പത്ത് വരുന്നതെങ്കിൽ ചെറിയ കുരുവി നസറിന്റെ കൂട്ടത്തിൽ, പരുന്തിന്റെ കൂട്ടത്തിൽ ഇരുന്ന് അതിന് കിട്ടിയ റിസ്ക് രണ്ടുപേരും തുല്യ അവകാശത്തിൽ തിന്നുന്നത് കാണുന്നില്ലേ? ഇല്ലേ? ഈ വലിയ പരുന്തി കൊച്ചു കുരുവിനെ ഓടിക്കുന്നില്ലല്ലോ. അപ്പൊ അള്ളാഹുവാണ് ഈ പരുന്തിനും ഈ കുരുവിക്കും ഇതേ മാംസം, ഒറ്റ മാംസം അറേഞ്ച്മെന്റ് ചെയ്ത റസ്സാഖ്. നമുക്ക് ഭക്ഷണം തരുന്നതാരാ? അള്ളാഹുവാണ്. ഒരു ഖുദ്സിയായ ഹദീസ് പറയട്ടെ. ഒരു ഖുദ്സിയായ ഹദീസിൽ വരുന്നുണ്ട്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ അക്രമം ബാൻ ചെയ്തിരിക്കുകയാ. ഫലാ തലാലമു, മതത്തിന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം അക്രമിക്കല്ലേ. യാ ഇബാദി കുല്ലുക്കും ജായിഉൻ, നിങ്ങളെല്ലാം വിശക്കുന്നവരാണ്. ഇല്ലാ മൻ അത്അമതു, ഞാൻ ഭക്ഷണം നൽകിയവനൊഴികെ. ഫസ്തത്ഇമൂനി, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കുക. ഉത്ഇമുക്കും, ഞാൻ നിങ്ങൾക്ക് റിസ്ക് തരാം. യാ ഇബാദി കുല്ലുക്കും ആരിൻ, നിങ്ങളെല്ലാം നഗ്നന്മാരാണ്. ഇല്ലാ മൻ കസൗതു, ഞാൻ വസ്ത്രം നൽകിയവനൊഴിച്ച്. ഫസ്തക്സൂനി, നിങ്ങൾ എന്നോട് ഉടുവസ്ത്രം ചോദിക്കുക. അക്സുക്കും, ഞാൻ നിങ്ങൾക്ക് ഉടുവസ്ത്രം തരാം. യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, എൻ്റെ ദാസന്മാരെ, നിങ്ങളിൽ ഒന്നാമത്തവരും അവസാനത്തവരും, നിങ്ങളുടെ മനുഷ്യരും നിങ്ങളുടെ ജിന്നുകളും, കാമൂ ഫീ സഈദിൻ വാഹിദിൻ, അവരെല്ലാവരും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി. ഫസഅലൂനി, എല്ലാവരും എന്നോട് പ്രാർത്ഥിച്ചു. ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലത, എല്ലാവർക്കും അവർ ചോദിച്ചത് ഞാൻ കൊടുത്താലും ശരി. മാനക സദാലിക മിൻ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, എല്ലാവർക്കും ചോദിച്ചത് കൊടുത്താലും ശരി, എൻ്റെ ഖജനാവ് ചുരുങ്ങുന്നില്ല, എൻ്റെ ഖജനാവ് ചുരുങ്ങുന്നില്ല. ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, ഒരു സൂചി ബഹറിലേക്ക് മുക്കിയാൽ ബഹർ ചുരുങ്ങാത്തതുപോലെ. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ, നബിയെ താങ്കളോട് ചോദിച്ചാൽ, വൈദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ, അന്നി, എന്നെ പറ്റി ചോദിച്ചാൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം. ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാ. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി കൊടുക്കും. പറയൂ നബിയേ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിച്ചു തരട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുനിയാവ് നശ്വരമാണ് കേട്ടോ, ഈ ദുനിയാവ് നശ്വരമാണ് കേട്ടോ. അള്ളാഹു പടച്ചവൻ നമ്മുടെ ദുനിയാവിൽ ബർക്കത്ത് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു 4 സ്ഥലത്ത് പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന് ഉത്തമ നാമങ്ങളുണ്ട്, അവ ചൊല്ലി നിങ്ങൾ അള്ളാഹുവിനെ വിളിക്ക്. ഉത്തമ നാമങ്ങൾ 99 പേരുകൾ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം, അല്ലാഹു റഹ്മാനാണ്, റഹീമാൻ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക് അൽ-മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അല്ലാഹു അങ്ങനെ പറഞ്ഞു തരികയാണ്. മനസ്സിലായില്ലേ? റഹ്മാൻ, റഹീം, മലിക്, ഖുദ്ദൂസ്, സലാം, അസീസ്, ലത്തീഫ്, ഇങ്ങനെ 99 പേര് കാണാതെ പഠിച്ചാൽ ഫമൻ അഹ്സാഹ
ബുഖാരിയുടെ ഹദീസ. അത് കാണാതെ പഠിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു. അസ്മാഉൽ ഹുസ്ന ബൈഹാർട്ടാക്കാൻ, അത് ചൊല്ലി വിളിക്കാൻ, അള്ളാഹുവിനെ വിളിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. ഖുർആനിൽ എത്ര സ്ഥലത്തുണ്ട്? 4 സ്ഥലത്ത്. കുമ്മന ഉസ്താദിനോട് വരുമ്പോൾ ചോദിക്കുക, ഷമ്മാസ് ഇങ്ങനെ പറഞ്ഞു ശരിയാണോ എന്ന് ചോദിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആലയോട് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാ. അള്ളാഹു ആ ദുആ കബൂലാക്കി തരട്ടെ. മജ്തമഅ ഖൗമൻ, ഒരു സ്ഥലത്ത് കുറെ ആളുകൾ ഒരുമിച്ച് കൂടി. ഫയദഉ വാഹിദുഹും, ഒരാൾ പ്രാർത്ഥിക്കുന്നു, അവരിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നു. വയുഅമ്മിനു സായിറുഹും, മറ്റുള്ളവർ ആമീൻ പറഞ്ഞാൽ. ഒരു സ്ഥലത്ത് കുറെ ആളുകൾ ഒരുമിച്ച് കൂടി, എല്ലാവരും ഒരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, എല്ലാവരും ആമീൻ പറയുന്നു. ഇല്ലസ്തജാബല്ലാഹു ദഅവതഹും, അല്ലാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കും. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്യാൻ അവന്റെ അനുമതിയോടുകൂടി ആരുണ്ട്? നോക്കൂ, റസൂലുള്ള കഴിഞ്ഞാൽ അമ്പിയാക്കൾ, ശുഹദാക്കൾ, ഹാഫിലീങ്ങളൊക്കെ ശഫാഅത്ത് ചെയ്യും. അള്ളാഹു ആ മഹത്തായ ഭാഗ്യം നമുക്കെല്ലാം നൽകുമാറാവട്ടെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി, അല്ലാഹുവിന്റെ അറിവിൽ നിന്നൊരു വസ്തു പോലും അവർക്ക് അറിയാൻ കഴിയുകയില്ല. ഇല്ലാ ബിമാ ശാഅ, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ. അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് ജനങ്ങൾക്കൊരു വസ്തു പോലും അറിയാൻ കഴിയില്ല. വസിഅ കുർസിയുഹു സമാവാതി വൽ അർള്, അവന്റെ കുർസിയെ അധികാരം ആകാശഭൂമികളെ ചൂഴ്ന്നു നിൽക്കുന്നു. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം, ആകാശങ്ങളെയും ഭൂമിയെയും താങ്ങി നിർത്താൻ, സംരക്ഷിക്കാൻ അല്ലാഹുവിന് ബുദ്ധിമുട്ടില്ല. വഹുവൽ അലി അലീം, അവൻ അലിയാണ്, അത്യുന്നതനാണ്, അവൻ മഹോന്നതനുമാ. ആയത്തുൽ കുർസി തുടങ്ങിയത് 2 ഇസ്മു കൊണ്ടാ, അവസാനിപ്പിക്കുന്നതും 2 ഇസ്മു കൊണ്ടാ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം തുടങ്ങിയത് അങ്ങനെയാ, അവസാനിപ്പിച്ചത് അലിയുൽ അലീം. ഉണ്ടോ? ഖുർആനിലെ തൗഹീദ് പറയുന്ന, അള്ളാഹുവിന്റെ ഖുദ്റത്ത് പറയുന്ന ഈ ആയത്തിനാണ് ഏറ്റവും പദവി എന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി ഇതിന്റെ ഗുണം പറയാം. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു റമളാനിൽ വക്കലനി റസൂലുള്ളാഹി ബിഹിഫ്ലി സകാത്തി റമളാൻ, റമളാനിലെ സകാത്ത് സൂക്ഷിക്കാൻ മുത്തുനബി എന്നെ ഏൽപ്പിച്ചു. പാതിരാത്രി സമയത്ത് ഒരാൾ പതുങ്ങി വന്ന് ധാന്യങ്ങൾ വാരി ഞാൻ കയ്യെ കയറി പിടിച്ചു. ഷക്കാനി, ആ മനുഷ്യൻ എന്നോട് പരാതി പറഞ്ഞു, ദാരിദ്ര്യമാ, ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടു, അയാളെ വിട്ടു. അടുത്ത സുപ്രഭാതം പുണ്യ റസൂൽ അബൂ ഹുറൈറയെ കണ്ടപ്പോൾ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഫഅല ബി അസീരിക അൽ ബാരിഹ, കഴിഞ്ഞ ദിവസം രാത്രി നിന്റെ തടവുകാരനോട് നീ എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂലെ, സകാത്ത് വാരാൻ വന്നു, ഞാൻ പിടിച്ചു വെച്ചു, സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ വിട്ടു. സയഊദ്, അയാൾ ഇനിയും വരും. രണ്ടാമത്തെ ദിവസവും വന്നു, സകാത്തിന്റെ ധാന്യക്കൂമ്പാരം അദ്ദേഹം വരുമ്പോ ഞാൻ പിടിച്ചു, അദ്ദേഹം സങ്കടം പറഞ്ഞപ്പോൾ വിട്ടു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, കഴിഞ്ഞ ദിവസം നിന്റെ തടവ് പുള്ളിയോട് നീ എന്ത് ചെയ്തു? പുണ്യ റസൂലെ, സങ്കടം പറഞ്ഞു, വിഷമോ ദാരിദ്ര്യം എന്ന് പറഞ്ഞു, ഞാൻ അങ്ങ് വിട്ടുകളഞ്ഞു. സയഊദ്, അയാൾ ഇനിയും വരുമെന്ന് പറഞ്ഞു. അബൂ ഹുറൈറ പറയുകയാ റളിയല്ലാഹു അൻഹു, പുണ്യ റസൂല് പറഞ്ഞത് കൊണ്ട് എനിക്ക് ഉറപ്പായി അയാൾ ഇനിയും വരുമെന്ന്. 3-ാമത്തെ ദിവസവും വന്നു, വാരാൻ നോക്കി, ഞാൻ പിടിച്ചു വെച്ച് വിട്ടില്ല. എനിക്ക് ഉറപ്പായല്ലോ വരുമെന്ന്. വന്നു, ഞാൻ പിടിച്ചു വെച്ചു. അപ്പോ അയാള് പറയുകയാണ്, ഉഅല്ലിമുക കലിമാത്തിൻ, നിനക്ക് ഞാൻ ഏതാനും അറിവുകൾ പഠിപ്പിച്ചു തരാം. ഇദാ അവൈത ഇലാ ഫിറാശിക, രാത്രി കിടക്കാൻ നിന്റെ വിരിപ്പിലേക്ക് നീ പോകുമ്പോൾ, ഫഖറ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി ഓത്. ലൻ യസാലു മഅക മിനല്ലാഹി ഹഫീള്, അല്ലാഹു ഒരു മലക്കിനെ അവന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് കാവലിന്, പ്രൊട്ടക്ഷന് വേണ്ടി ഏർപ്പാട് ചെയ്യും. നീ കിടക്കാൻ പോയാൽ ആയത്തുൽ കുർസി ഒരു വട്ടം ഓതിക്കോ, ഒരു മലക്കിനെ അല്ലാഹു പ്രൊട്ടക്ഷന് വേണ്ടി ഏർപ്പാട് ചെയ്യും. ഉണ്ടാവോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിട്ടു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അമാ ഇന്നഹു സദഖക വഹുവ കദൂബ്, അവൻ കള്ളനാണ്, ഉസ്താദ് കള്ളനാണ്, അറിവ് പറഞ്ഞത് ശരിയുമാണ്, ആ പറഞ്ഞത് ശരിയാണ്.
ആ പറഞ്ഞത് ശരിയാണ്, അയാൾ വ്യാജനാണ്, കള്ളനാണ്. പോട്ടെ, 3 ദിവസമായല്ലോ, നീ സന്ധിക്കുന്ന വ്യക്തി ആരാണെന്ന് നിനക്കറിയുമോ? ശൈത്താൻ, അത് ഇബ്ലീസായിരുന്നു, അത് ഇബ്ലീസായിരുന്നു. യുവാക്കളെ, കിടക്കാൻ പോകുമ്പോ ഒരു വട്ടം ആയത്തുൽ കുർസി ഓതി ആയത്തിന്റെ മീനിങ് ചിന്തിച്ച് അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് കിടക്ക്. അള്ളാഹു ഒരു മലക്കിനെ എഴുന്നേൽക്കുന്നത് വരെ പ്രൊട്ടക്ഷന് വേണ്ടി നിയമിക്കുമെന്ന് അതാ ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്നു. ഉമ്മ പെങ്ങന്മാരെ, പരിശുദ്ധമായ ആയത്തുകൾ ഓതിയിട്ട് കിടക്ക്. യാസീൻ ഓതണേ, സൂറത്തുൽ ബഖറ വീട്ടിൽ ഓതണേ. ലാ തജാലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. ഫഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്നും പിശാച് ഓടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പടച്ചവൻ വിശുദ്ധ ഖുർആൻ വീട്ടിൽ ഓതാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തബാറക, വാഖിഅ, യാസീൻ, ബഖറ ഇടക്കിടക്ക് ഓദിക്കോ. വീട്ടില് ചിലപ്പോ നമ്മൾ ഭാര്യയോട് ചൂടാവൂലേ? ചൂടാവാറുണ്ടോ? ചിലപ്പോ ചൂടാവും, ചിലപ്പോ പിള്ളേർ ചൂടാവും. ആകെ ചൂട് മയവാ വീട്ടില്. എന്താ കാരണം? ഈ ശൈത്താനും ജിന്നും ഒക്കെ വന്ന് ഇങ്ങനെ കയറി ഇറങ്ങി. വരുത്തുപോക്കെന്ന് പറയും. വരുത്തുപോക്ക്. ഞാൻ ഇതിലേക്ക് ഇങ്ങനെ കാറി വരുമ്പോ ഇതിലെ ഒരു വരുത്തുപോക്ക് വന്നുണ്ട്. മനസ്സിലായില്ലേ? വരുത്തുപോക്കും ചില സ്ഥലത്ത് പോക്കുവരവെന്നും പറയും. കോട്ടയത്തൊക്കെ പോക്കുവരവെന്താ പറയും. അതുണ്ടോ? ഉണ്ടോ? ഈ വരുത്തുപോക്കും പോക്കുവരവുണ്ടോ? അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറാക്കരുത്. ബഖറ ഓദിക്കോ, ശൈത്താൻ ഓടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ അൽ ബഖറ ഏറ്റവും വലിയ അധ്യായമാ. അത് ഫുള്ള് ഓതാനല്ല പറഞ്ഞു, കുറേശ്ശെ വീട്ടിൽ ഓത്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. അങ്ങനെ അങ്ങ് ഓത്. അള്ളാഹു തആല ഓതാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഓതാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർക്കണേ, അള്ളാഹുവിനെ സ്നേഹിക്കണേ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണേ. ഒറ്റ ഹദീസ് കൂടി പറയാം. റസൂലുള്ളാഹി പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുകയാ, അല്ലാഹു പറഞ്ഞതായി പുണ്യ റസൂൽ പറയുകയാ, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലൈഹി മിമ്മ അഫ്തറൽതു അലൈഹി. എൻ്റെ ദാസൻ എൻ്റെ അടുത്തേക്ക് അടുത്തിട്ടില്ല ഞാൻ ഫർളാക്കിയത് ചെയ്തുകൊണ്ടല്ലാതെ. വലാ യസാലു യതഖറബു ഇലയ്യ ബിന്നവാഫിലി. എൻ്റെ അടിമ എൻ്റെ അടുത്തേക്ക് സുന്നത്തുകളിലൂടെ അടുക്കും. ഫർളുകൾ ആദ്യം ചെയ്യണം, പിന്നീട് സുന്നത്തുകൾ ചെയ്യണം. ഹത്താ ഉഹിബ്ബ, ഞാൻ അവനെ സ്നേഹിക്കും. ഫർളും സുന്നത്തും ചെയ്താൽ ഫർളായ സക്കാത്ത്, രാവും പകലും ദാനധർമ്മം രഹസ്യമായും അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്താൽ, നമസ്കാരവും രാത്രി തഹജ്ജുദും നമസ്കരിച്ചാൽ, ഫർളും സുന്നത്തും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഞാൻ അവനെ സ്നേഹിക്കും. ഹത്താ ഉഹിബ്ബ ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബി വബസറഹു അല്ലദീ യുബ്സിറു ബി വയദഹു അല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. അവൻ കാണുന്നത് ഞാനാകും, അവൻ കേൾക്കുന്നത് ഞാനാകും, അവൻ പിടിക്കുന്നത് ഞാനാകും, അവൻ നടക്കുന്നത് ഞാനാകും. എന്താ ഇത്? ഈ ഹദീസിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം? ഇമാം ഫഖ്റുദ്ദീനുർ റാസി തഫ്സീറുൽ കബീറിൽ പറയുന്നു, ഈ 4 അവയവങ്ങൾക്ക് അല്ലാഹു നൂറാനിയത്ത് പവർ തരും. കണ്ടോ? അപ്പോഴാ ടെലിപ്പതി വരുന്നത്, അപ്പോഴാ ക്ലെയർവോയൻസ് വരുന്നത്, അപ്പോഴാ ESP വരുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കാൻ 6-ാം ഇന്ദ്രിയം തുറക്കപ്പെടുകയാ. ഫർളുകൾ നമസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ സംഘാടകരൊക്കെ അള്ളാഹുവിനെ സുജൂദ് ചെയ്തവരായെന്നറിയുമ്പോ വല്ലാത്ത സന്തോഷമുണ്ട്. ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ നമസ്കാരം കളയരുതേ. നമസ്കരിക്കണേ. പൊന്നുമക്കളോടും മകളോടും നിസ്കരിക്കാൻ പറയണേ. മുറൂ ഔലാദകും ബിസ്സലാ വഹും അബ്നാഉ 7 സിനീൻ. 7 വയസ്സെത്തുമ്പോ മക്കളോട് നമസ്കരിക്കാൻ പറയണേ. വളരിബൂഹും അലൈഹാ, ആ വിഷയത്തിൽ അവരെ നിങ്ങൾക്ക് അടിക്കാം. വഹും അബ്നാഉ 10, 10 വയസ്സിലെത്തുമ്പോൾ വലിയ പത്തല് കൊണ്ടല്ല, അടിച്ചടിച്ച് തൊലി പൊട്ടിക്കരുത്, മൃദുവായ ശിക്ഷ കൊടുക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാർമ്മികമായ അധ്യാപനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അതിനേറ്റവും തുടക്കം മുതൽ അതിലിടപെടേണ്ടത് ഉമ്മച്ചിയാ.
അല്ലേ? അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ഖൗമൻ തയ്യിബൽ അഅറാഖി. ഉമ്മയാണ് ആദ്യത്തെ കലാലയം, ഉമ്മയാണ് ആദ്യത്തെ മദ്രസ. ആ ഉമ്മ അതിന് തയ്യാറായാൽ അഅദത്ത ഖൗമൻ തയ്യിബൽ അഅറാഖി, നിന്റെ മടിയിൽ കിടന്ന് വളരുന്ന കുഞ്ഞുങ്ങൾ ധാർമ്മികാധ്യാപനം കിട്ടിയ മക്കളായിരിക്കും. അല്ലേ സഹോദരി? നിന്റെ മക്കളെയെല്ലാം പൊന്നുപോലെ വളർത്തണേ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് വാള് പറഞ്ഞ പ്രബോധനം ചെയ്ത ഉസ്താദ്, എന്താ പേര്? അബുൽ ഫിദ മൗലവി പറഞ്ഞത് അതല്ലേ? അല്ലേ? മക്കളെ വളർത്തണം. മക്കളും മാതാപിതാക്കളിലുള്ള ബന്ധം. അൽ വലദു സമറത്തുൽ ഖൽബ്, മക്കൾ ഹൃദയത്തിന്റെ പഴങ്ങളാ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുകയാ, എന്റെ മക്കൾക്കാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ മക്കൾക്കാണ് എന്റെ സമ്പത്ത്, അത്രമാത്രം സ്നേഹിക്കുന്നു. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധാർമ്മികമായി വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. അവർക്ക് ഇംഗ്ലീഷ് മീഡിയം മാത്രമാ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അല്ലേ? മദ്രസയെ വിടൂല, ആലിമാക്കൂല, മൂല്യാരാക്കൂല, ഹാഫിളാക്കൂല. എന്താ കാരണം? ആലിമിന് മകളെ കെട്ടിച്ചും കൊടുക്കൂല. കാരണം മുസ്ലിയാർക്ക് കിട്ടുന്ന ശമ്പളം നമുക്കറിയാം. ഇതൊക്കെ ആൾക്കാരുടെ ചിന്തേ. ഇതൊക്കെ ആൾക്കാരുടെ ചിന്ത. അത് പോട്ടെ, ദുനിയാവിനെ വിട്. ഞാൻ മംഗലാപുരത്ത് വെച്ചൊരു പണക്കാരനെ കണ്ടു. രണ്ട് പെമ്മക്കൾക്കും അയാളെടുത്ത പുതിയാപ്പള ആലിമീങ്ങൾ. രണ്ടുപേർക്കും ഫോർച്യൂണറാ കൊടുത്തത്, ഇന്നോവയല്ല. ഒരു മുഹസിന, ഒരു മുഅ്മിന. മനസ്സിലായില്ലേ? രണ്ട് പെൺപിള്ളേർക്ക് ഇന്നോവയല്ല കൊടുത്തത്, പിന്നെന്താ? ഫോർച്യൂണർ. തലപ്പാവണിഞ്ഞ മുസ്ലിയാര് ഓടിച്ചു കൊണ്ട് പോവുകയാ. ഇൽമിനും ആലിമീങ്ങൾക്കും വില കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അള്ളാഹു ഇൽമിന് വില കൊടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹാഫിലീങ്ങൾക്ക് അള്ളാഹു വില കൊടുക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ ആലിമീങ്ങളും ഹാഫിലീങ്ങളുമാക്കി തരണേ അല്ലാ. നിന്നെ അറിയുന്നവരാക്കി തരണേ അല്ലാ. നിന്നെ അറിയാനും നിനക്ക് ഇബാദത്ത് ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. മൻ ഫതഹ ബാബൽ ദിക്ർ ഫതഹല്ലാഹു അലൈഹി ബാബൽ ഉലൂം ഫതഹല്ലാഹു അലൈഹി ബാബൽ മഅരിഫ. ആരെങ്കിലും ദിക്റിന്റെ കവാടം തുറന്നാൽ, സദാസമയവും അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ, ആധ്യാത്മികതയുടെ കവാടം അള്ളാഹു തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മൻ ഫതഹ ബാബൽ മുതാലഅ, ആരെങ്കിലും എപ്പോഴും കിതാബുകൾ മുതാല ചെയ്തുകൊണ്ടിരുന്നാൽ, ഫതഹല്ലാഹു അലൈഹി ബാബൽ ഉലൂം, അവൻ അള്ളാഹു അറിവുകളുടെ കവാടം തുറന്നു കൊടുക്കും. അള്ളാഹു പടച്ചോ നമ്മുടെ ഇൽമിൽ ബർക്കത്ത് തരട്ടെ. അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കണ്ണിനെയും നമ്മുടെ കാതിനെയും സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, കണ്ണിനെ സൂക്ഷിച്ചോ, കണ്ണിനെ സൂക്ഷിച്ചോ. എന്താ കണ്ണ്? കഫാ ബിൽ മർഇ. നോക്കൂ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ലോകത്തോട് പറയുകയാ, ഇയ്യാകും വന്നളിറ ഫഇന്നൻ നളിറ فإن النظرة تزرع في القلب الشهوة وكفى بها فتنة. നിങ്ങൾ നോട്ടത്തെ സൂക്ഷിച്ചോ. നോട്ടം ഹൃദയത്തിൽ കാമം മുളപ്പിക്കും, വികാരം മുളപ്പിക്കും. വകഫാ ബിഹാ ഫിത്ന, അത് ഫിത്നക്ക് കാരണമാണ്, അത് ഫിത്നക്ക് കാരണമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നോട്ടം ഇന്നൻ നളറത സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്, പിശാചിന്റെ വിഷം പുരട്ടിയ അമ്പാ. ഫമൻ തറകഹാ മഖാഫതി, ഒരു ഖുദ്സിയായ ഹദീസിൽ വരുന്നു, എന്നെ പേടിച്ചിട്ട് ആരെങ്കിലും അതിനെ ഒഴിവാക്കിയാൽ, അബ്ദൽതുഹു ഈമാനാ യജിദു ഹലാവതഹു ഫീ ഖൽബി, ഞാൻ അവന്റെ ഹൃദയത്തിൽ അതിനു പകരം ഈമാന്റെ ടെസ്റ്റ്, യജിദു ഹലാവതഹു, അതിന്റെ മാധുര്യം അവൻ അനുഭവിക്കും അവന്റെ ഹൃദയത്തിൽ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. നല്ല കാവ്യമാധവനെ പോലെ ഒരു സുന്ദരി റോഡേ പോകുന്നു. മനസ്സാദി എന്ത് പറയും? ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സു, നഫ്സ് എന്ത് പറയും? നോക്കടാ നോക്കടാ സുന്ദരി പോകുന്നു. അള്ളാഹു പറയുക, എന്നെ പേടിച്ചിട്ട് നീ കണ്ണ് താത്തിയ ഷട്ടർ അടച്ചാൽ നിനക്ക് ഞാൻ മാധുര്യമുള്ള ഒരു ടേസ്റ്റ് അന്നേരം തരും. അള്ളാഹു തആല ടേസ്റ്റ്, ആ പദവിയിലെത്തിയോ? നമ്മൾ എത്തിയോ ഷഫീഖ? എവിടെ എത്താറാ? ഈ റോഡെ ഒരു സുന്ദരി പോകുന്നു, ഇപ്പുറത്തൊരു മുസ്ലിയാരും പോകുന്നു. നിങ്ങൾ സുന്ദരീനെ നോക്കുവോ മുസ്ലിയാരെ നോക്കുവോ? മുസ്ലിയാരെ നോക്കൂ. എന്തിനാ? മുസ്ലിയാര് സുന്ദരീനെ നോക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി.